ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള റൺ കേരള റൺ പരസ്യ ടെൻഡർ, ലാലിസം, സ്റ്റേഡിയം നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഴിമതി നടന്നെന്നാരോപിച്ചുള്ള ഹർജികളിലാണ് പാലോട് രവി MLAയുടെയും പന്തളം സുധാകരന്റെയും സാക്ഷിമൊഴികൾ ലോകായുക്ത രേഖപ്പെടുത്തിയത്. ഗെയിംസിന്റെ സംഘാടനത്തിൽ അഴിമതി നടന്നതായി വിശ്വസിക്കുന്നില്ലെന്ന് ഇരുവരും ലോകായുക്തയെ അറിയിച്ചു. സംഘാടക സമിതിയിൽ നിന്ന് ഒരു മാസം മുമ്പ് രാജിവെച്ചതിനാൽ റൺ കേരള റണ്ണിന്റെ പരസ്യ ടെൻഡറിൽ അഴിമതി നടന്നതായി അറിയില്ലെന്ന് പാലോട് രവി MLA മൊഴി നൽകി. തന്റെ നിയോജക മണ്ഡലത്തിലല്ലാത്തതിനാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന കാര്യവും തനിക്കറിയില്ലെന്ന് പാലോട് രവി MLA ലോകായുക്തയെ അറിയിച്ചു. ഏത് പ്രോഗ്രാം നിശ്ചയിച്ചു എന്നോ ആരൊക്കെയാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതെന്നോ ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായും എനിക്കവിടെ എന്ത് നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നെ വന്ന വാർത്തകളിലൂടെ മാത്രം മനസ്സിലാക്കിയ ആളാണ്. പിന്നെ ഞാൻ ആ കമ്മിറ്റിയുമായിട്ട് സഹകരിച്ചിട്ടുമില്ല. ഈ കാര്യം ഞാൻ കോടതിയെ അറിയിച്ചു. ലാലിസം സംഘാടനത്തിന് പിന്നിൽ അഴിമതി നടന്നെന്ന് വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു പന്തളം സുധാകരന്റെ മൊഴി. ദേശീയ ഗെയിംസ് എന്ന വലിയ കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിക്കാൻ അനുയോജ്യമായ പരിപാടിയായിരുന്നില്ല ലാലിസം എന്ന അഭിപ്രായം മാത്രമാണ് തനിക്കുള്ളതെന്നും പന്തളം സുധാകരൻ ലോകായുക്ത മുമ്പാകെ അറിയിച്ചു. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ള മഹാനായ കലാകാരൻ നടത്തുമ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയെ തകർത്ത് തരിപ്പണമാക്കുകയും ഒരു പരിധിവരെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ, ആസ്വാദകർ സോഷ്യൽ മീഡിയയിൽ കൂടെ മാധ്യമങ്ങൾ പ്രതികരിച്ചതാണ്. ആ നിലയ്ക്കാണ് ഞാനും പ്രതികരിച്ചത്. അതേസമയം ദേശീയ ഗെയിംസിലെ നിർമ്മാണ കരാറുകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ KB ഗണേഷ് കുമാർ MLAയോട് മാർച്ച് 30 ഹാജരാകാൻ ലോകായുക്ത സമൻസ് അയച്ചു. റൺ കേരള റണ്ണിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ലോകായുക്ത മറ്റന്നാൾ വിധി പറയും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.